ഒട്ടും തന്നെ വഴുവഴുപ്പില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഒരു വെണ്ടയ്ക്ക ഫ്രൈ എങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കിയാലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി രണ്ടാക്കി മുറിച്ചത് ചേർത്തൊന്ന് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അത് ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 250 ഗ്രാം വെണ്ടയ്ക്ക നന്നായി കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ പകുതിയുടെ നീര് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ചെറുനാരങ്ങ ചേർത്ത് വെണ്ടയ്ക്ക വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ കുഴഞ്ഞു പോകില്ല, ഒട്ടും തന്നെ വഴുവഴുപ്പ് ഉണ്ടാവില്ല കേട്ടോ. ഈ വെണ്ടയ്ക്ക വെന്തതിന് ശേഷം മാത്രം അതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഈ വെണ്ടയ്ക്ക ഏകദേശം ഒരു പകുതി വേവായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ എരിവിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് എടുക്കാം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ആദ്യം നമ്മൾ സവാള വഴറ്റുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് വേണം നിങ്ങൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ചെറു തീയിൽ വെച്ചിട്ട് ഈ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വേകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ വഴുവഴുപ്പില്ലാതെ തമ്മിൽ തമ്മിൽ ഒട്ടാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് മൊരിയിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോമ്പിനേഷനാണ്. ഇനി അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഒരു സ്നാക്കായിട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ടറായിട്ടൊക്കെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്യണേ.